ഒരു നീണ്ട തീർത്ഥയാത്രയായിരുന്നു. ഇതേ മധുരയിലെ ഒരു അമ്പലത്തിന് മുന്നിൽ നിന്ന് ഒരു സ്വാമി പൂജിച്ച് തന്നിട്ടതാ. ഈ ചരട് തന്നിട്ട് അത് ശിവവാസി ചേച്ചിക്ക് കൊടുത്തതാ. ഇത് അവൻ വല്ല ദുർമന്ത്രവാദമൊക്കെ ചെയ്ത് കൊണ്ടുവന്നാണല്ലോ. ഗന്ധർവന്മാർക്കൊക്കെ വശീകരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഹായ് ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിൻ്റെ പുതിയ എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ഷിബു റോക്സിനെയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. ഷിബു റോക്സിൻ്റെ റോക്സ് ആയിരിക്കും മിക്കവാറും ഇന്നത്തെ എപ്പിസോഡിലെന്ന് തോന്നുന്നു. നമ്മുടെ പാറക്കുട്ടിയും നമ്മുടെ ശിവാനിയും കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഷിബു റോക്സ് അവിടെ ഒരു ബൈക്കിലൊക്കെ വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ശാന്തനതോടുകൂടി ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ്. ബൈക്കിലത് ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേണ്ട നമ്മുടെ പാറക്കുട്ടി ചോദിക്കും, അല്ല കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, എവിടെ ആയിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നു പാറക്കുട്ടിയെ. അപ്പോൾ ഷിബു റോക്സ് ഭയങ്കര സ്റ്റൈലിലൊക്കെ പറയുകയാണ്, ഞാനൊരു മറ്റേ തീർത്ഥാടനത്തിലൊക്കെ ആയിരുന്നു എന്ന് പറയും. അപ്പോൾ ഇത് കേട്ട് ശിവാനിക്കൊരു പുച്ഛഭാവമൊക്കെയാണ്. പിന്നെ കാണിക്കുന്നത് ഷിബു റോക്സ് ഒരു ചരട് എടുത്തിങ്ങനെ ശിവാനിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുകയാണ്, ഇതൊരു മധുരയിലല്ലോ ഒരു അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കൊണ്ടുവന്നതാണെന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ശിവാനിയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും ഷിബു റോക്സിൻ്റെ വശീകരണമാകാനാണ് സാധ്യത. നമ്മുടെ ശിവാനിയെ വശീകരിച്ച് ചാക്കിലാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ചരടൊക്കെ ആയിട്ട് വന്നേക്കാണ് ഷിബു റോക്സ്. നമ്മുടെ ശിവാനി ഇത് മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ്. വീട്ടിലിതിങ്ങനെ വെച്ച് കയ്യിൽ കെട്ടാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സിദ്ധു അമ്മയും കൂടി അങ്ങോട്ട് വന്നിട്ട് സിദ്ധു ചോദിക്കുന്നുണ്ട്, ഇതാര് തന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാറക്കുട്ടിയാണ് പറയുന്നത്, ഷിബു റോക്സ് കൊടുത്താണ് ചേച്ചിക്കെന്ന് പറയുന്നു. അപ്പോൾ ഇത് കണ്ട അമ്മായി ചിലപ്പോൾ എനിക്കൊന്ന് ശിവാനിയെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും, ഒന്ന് ചുമ്മാ വട്ടാക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. മിക്കവാറും ഇത് വല്ല കൂടോത്രം ചെയ്ത് അല്ലെങ്കിൽ വല്ല വശീകരണമൊക്കെ ചെയ്ത് കൊണ്ട് തന്നെയായിരിക്കും എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ശിവാനി ഇങ്ങനെ വാങ്ങി തുറന്നിരിക്കും എന്താണെന്നറിയാതെ. എന്തായാലും അത് അമ്മായി കളിയാക്കാൻ പറഞ്ഞായിരിക്കും. പക്ഷേ ഷിബു റോക്സിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഷിബു റോക്സ് അത് ചെയ്യും, അതിൻ്റെ അപ്പുറത്തും ചെയ്യും എന്നാണ് തോന്നുന്നത്. ഷിബു റോക്സിൻ്റെ പല പരിപാടികളും നമ്മൾ പല എപ്പിസോഡുകളിലും കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പം പിന്നെ കാണിക്കുന്നത് ഭവാനിയമ്മയാണ്. ഭവാനിയമ്മ അടുക്കലിങ്ങനെ അവർ അടുക്കള നിൽക്കുമ്പോഴത്തേക്ക് ശിവാനി ചിലപ്പോൾ ചെന്ന് വല്ല ഡൗട്ട് ചോദിക്കുന്നതായിരിക്കും ഗന്ധർവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഭവാനിയമ്മ പറയുന്നു, ഗന്ധർവനൊക്കെ ഉണ്ട്, ഗന്ധർവൻ എല്ലാവരെയും വശീകരിക്കുന്ന ആളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടിങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ശിവാനി ഇങ്ങനെ ഗന്ധർവനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഷിബു റോക്സൊക്കെ ആയിട്ട് പൊളിച്ചെടുക്കുമെന്ന് തോന്നുന്നു. കേശു ഇല്ലെന്ന് തോന്നുന്നു എപ്പിസോഡിൽ. കേശുവിനെയും ലച്ചുവിനെയും കാണിക്കുന്നില്ല. അവർ രണ്ടും ഇല്ലാത്ത എപ്പിസോഡാകാനാണ് സാധ്യത എന്ന് തോന്നുന്നു. പിന്നെ അമ്മായി, സിദ്ധു, ഭവാനി അമ്മ അങ്ങനെയുള്ളവരെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി എപ്പിസോഡ് നല്ല കളറാക്കാനാണ് സാധ്യത. ഷിബു റോക്സിൻ്റെ റോക്സ് കോമഡികൾ നമുക്ക് എന്തായാലും ഒരുപാട് കാണാൻ പറ്റുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രമോയിലുള്ളത്. എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് പുതിയ അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ഓക്കെ, ബൈ.